പത്തനംതിട്ട കളഞ്ഞൂർ പാടത്ത് യുവാവ് ഭാര്യയെയും അയൽവാസിയായ സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി ബൈജുവിന് ഭാര്യ വൈഷ്ണയോടുള്ള സംശയമെന്ന് എഫ്ഐആർ. കൊലപാതകം നടത്തിയ ശേഷം പ്രതി സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ചെറുപ്പം മുതൽ സുഹൃത്തുക്കളായിരുന്നു ബൈജുവും അയൽവാസി വിഷ്ണുവും. ഇന്നലെയും പതിവ് പോലെ ഒന്നിച്ച് ജോലിക്ക് പോയിട്ടാണ് ഇരുവരും തിരിച്ചു വന്നത്. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം ബൈജുവും ഭാര്യ വൈഷ്ണയും തമ്മിൽ തർക്കമുണ്ടായി. വഴക്കിനിടെ വീട് വിട്ടിറങ്ങിയ വൈഷ്ണ തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിൽ അഭയം തേടി. കൊടുവാളുമായി പിന്നാലെ എത്തിയ ബൈജു രണ്ടുപേരെയും വെട്ടി. തുടർന്ന് സുഹൃത്തുക്കളെ വിളിച്ച് സംഭവം അറിയിക്കുകയും പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹനമുള്ള പിള്ളേരാണ്. പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. വെട്ടേറ്റ വൈഷ്ണ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വിഷ്ണു ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വൈഷ്ണയും ബൈജുവും ജീവിതം ആരംഭിച്ചത്. ഒറ്റമുറി വീട്ടിൽ നിന്നും പുതുതായി പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വൈഷ്ണയും ബൈജുവും. ഇരുവരും തമ്മിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നുള്ള തർക്കങ്ങളല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്ന് വൈഷ്ണയുടെ അച്ഛൻ പറഞ്ഞു. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് അറിയാമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-10:45 മണി ആയപ്പോഴായിരിക്കും ഇവരിവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. വിഷ്ണുവുമായി വൈഷ്ണയ്ക്ക് അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ബൈജു പോലീസ് കസ്റ്റഡിയിലാണ്. കോന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.